ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ സംസ്ഥാനത്ത് ഈ അടുത്ത സമയത്തുണ്ടായിരിക്കുന്ന ചില വിഘടനവാദങ്ങൾ പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. അതിന്റെ പരിഹാരം കണ്ടെത്തേണ്ടുന്ന വ്യക്തികൾ തന്നെ അതിന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു രൂപത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ കൂടുതൽ നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങൾ തമ്മിൽ മാനസികമായിട്ട് അകലുവാൻ ഇടയായിത്തീരുമെന്നതിന് യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സെന്റ് ട്രീസ സ്കൂളിൽ പള്ളുതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തെ കൊച്ചി രൂപതയുടെ കീഴിലുള്ള സിസ്റ്റേഴ്സിന്റെ സ്കൂളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ച ചില പ്രശ്നങ്ങളാണ്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ രാജ്യത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും കോൺവെന്റ് സ്കൂളുകൾ നടത്തപ്പെടുന്ന അല്ലെങ്കിൽ അവിടെയൊക്കെ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സ് അവരുടെ ജീവിതം പഠനത്തിന് വേണ്ടിയും അതേപോലെ വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടിയും സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് വേണ്ടിയും ഒഴിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അവർക്ക് ആർക്കും തന്നെ ജാതിയോ മതമോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് കൊള്ളുന്ന, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക സ്വഭാവമുള്ള വ്യക്തിത്വങ്ങളുടെ ഉടമകളാണ് സിസ്റ്റേഴ്സ്. എല്ലാവരും തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. പല മേഖലകളിലും പല സിസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും അധികം അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് അവർ നടത്തുന്ന സമർപ്പിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അവരുടെ സന്യസ്ത ജീവിതം തന്നെ വളരെയധികം സമർപ്പിതമാണ്. അപ്പോൾ പള്ളുരുത്തിയിൽ സംഭവിച്ചതായിട്ടുള്ള കാര്യം കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ഹിജാബൊന്നും ധരിക്കാതെ വന്ന പെൺകുട്ടിക്ക് ഒരു സുപ്രഭാതത്തിൽ ഹിജാബ് ധരിച്ചാൽ മാത്രമേ മതത്തിന്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയൂ എന്നൊരു ചിന്താബോധം ഉണ്ടായിരിക്കുന്നു. അത് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെല്ലാം ചിന്തിക്കേണ്ടുന്ന കാര്യം. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. പൊതുസമൂഹം ഇതിനെക്കുറിച്ച് ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. കാരണം ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളിൽ ക്രൈസ്തവരും മുസ്ലിംസും അതേപോലെ ഭൂരിപക്ഷമായിരിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളും ഒക്കെ ഐക്യത്തോടുകൂടെ ജീവിക്കുന്ന ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള കുടിസിതമായ ചിന്താഗതിയോടുകൂടെ ചില ആളുകൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിലെ ധ്രുവീകരണം കൂടുതൽ ഉണ്ടാകും എന്നതിന് യാതൊരു സംശയമില്ല. മുനമ്പം വിഷയത്തോടുകൂടെ 80-20 വിഷയത്തോടുകൂടെ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിനൊക്കെ ഒരുപാട് അകൽച്ചകൾ ഉണ്ടായി. അകൽച്ചകൾ പരിഹരിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മളെ പോലെയുള്ള ആളുകൾക്ക് കൂടുതൽ വേദന ഉളവാക്കുന്ന ചില സംഭവങ്ങളാണ് പള്ളുരുത്തിയിൽ ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി കൊണ്ടുവന്നിട്ടുള്ള ഹിജാബ് വിഷയം. അതുകൊണ്ട് തന്നെ 2 ദിവസം വിദ്യാഭ്യാസ സ്ഥാപനം അടച്ചിടേണ്ടി വന്നു എന്നുള്ളത് ആ കുട്ടിയുടെ മാതാപിതാക്കളെയും അതോടൊപ്പം തന്നെ ഇതിനകത്ത് ചിന്താശക്തിയുള്ള ആളുകളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ കൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് ആ കുട്ടിയുടെ പിതാവ് തന്നെ പൊതുമാധ്യമങ്ങളോട് പറയുകയും അങ്ങനെ അത് രമ്യമായി പരിഹരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയായിരിക്കുന്ന പ്രിയപ്പെട്ട സഖാവ് ശിവൻകുട്ടി കേവലം ഒരു പ്രസ്താവന കൊണ്ടും ഓർഡർ കൊണ്ടും ഈ രംഗത്തെ മുഴുവനായിട്ട് വഷളാക്കി കളഞ്ഞു എന്നുള്ളത് വളരെ ഖേദത്തോടുകൂടെ പറയട്ടെ. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഈ അടുത്ത സമയത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞാൽ പോലും വിവരം വളരെയധികം കുറഞ്ഞു വരികയാണ്. ഒന്നുകിൽ പ്രായത്തിന്റെ കുഴപ്പം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് മനസ്സിന് ഉണ്ടാകുന്ന താളം തെറ്റലായിരിക്കാം. എന്തായിരുന്നാലും ഒരു കാര്യം ശരിയാണ്, കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാരെ പോലെ അത്ര പ്രഗത്ഭരല്ലാത്ത ആളുകളെയാണ് ഇപ്രാവശ്യത്തെ മന്ത്രിസഭയിൽ സഖാവ് പിണറായി വിജയൻ എടുത്തിരിക്കുന്നത് എന്നുള്ളത് അത് നമ്മുടെ നാടിന് തന്നെ ഒരു വലിയ അപമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് പല കാരണങ്ങളാലും. അത് ഓരോന്നോരോന്നായിട്ടൊക്കെ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമുക്കറിയാവുന്ന പോലെ സഖാവ് ശിവൻകുട്ടി കഴിഞ്ഞ UDF കാലഘട്ടത്തില് നമ്മുടെ ബഹുമാന്യനായിരിക്കുന്ന സ്പീക്കറുടെ ചേംബറിൽ കയറി അദ്ദേഹത്തിന്റെ ആ മേശയിലൊക്കെ കയറി ഇന്ന് താണ്ഡവ നൃത്തം ആടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് അതിൽ നിന്ന് അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രൂപത്തിലൊക്കെ പറയുകയും വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്ത് അതിൽ നിന്നൊക്കെ തലയൂരിയ വ്യക്തികളാണ്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ ഒന്നും തന്നെ മന്ത്രിസഭയിൽ എടുക്കാനേ പാടില്ലായിരുന്നു. പക്ഷെ എടുത്തുപോയി. എന്ത് ചെയ്യാം, നമ്മൾ വഹിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലവാരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആ കസേരയിൽ ഇരിക്കാനുള്ള ആകെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാലുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് വിവരമില്ലായ്മ മാത്രമാണ്. അതാണ് ഇന്ന് രാവിലെ നമുക്ക് കിട്ടിയിരിക്കുന്ന വാർത്തകൾ. നമ്മുടെ സമൂഹത്തിൽ ആ സ്കൂളിനെതിരെ ഒരു ഓർഡർ ഇടാൻ തക്കവണ്ണം അദ്ദേഹത്തിന് ഉള്ള അധികാരം അദ്ദേഹം ദുർവിനിയോഗം ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കസാരയിൽ തുടരുവാൻ യോഗ്യനാണോ എന്ന് സ്വയം ചിന്തിക്കുകയും, ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിയാത്തത് കൊണ്ട്, ചിന്താശക്തി നഷ്ടപ്പെട്ടുകൊണ്ട് ചിന്തിക്കുകയില്ല. പക്ഷേ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാര് അദ്ദേഹത്തോട് ഉപദേശം കൊടുക്കണം, ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങളൊന്നും തന്നെ എഴുന്നള്ളിക്കരുത് എന്നുള്ളത്. കാരണം
ഇത് സാമുദായിക സ്പർദ്ധ വളർത്തുവാൻ ഉതകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ്. ഇനി ഞാൻ ചില വിഷയങ്ങളിലേക്ക് വരികയാണ്. ഈ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിജാബ് ധരിച്ചാൽ മാത്രമേ മതഭക്തി ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെതിരെ ഇവിടുത്തെ വിദ്യാഭ്യാസവും പരിഷ്കാരങ്ങളും ആർജിച്ചതായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അതിനെതിരെ തന്നെ നിലകൊള്ളുകയും പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ തന്നെ നിലപാടുകൾ എടുക്കുകയും വിദ്യാഭ്യാസ രംഗങ്ങളിൽ അവര് ഹിജാബ് വേണ്ട എന്ന് വെക്കുകയും ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ ആശ്ലേഷിക്കുകയാണ്. ആ കാര്യത്തിൽ നമ്മൾ വളരെ സന്തുഷ്ടരാണ്. ഒരു കാര്യം കൂടെ ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ചാനൽ ചർച്ചയിൽ ന്യൂസ് 18-ൽ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യം, അതും എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. അദ്ദേഹത്തോട് ആങ്കർ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇതാണ്: ശബരിമല സീസൺ ആകുകയാണ്, അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള കുട്ടികൾ അവരുടെ വേഷങ്ങളും എടുത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോൾ അവരുടെ യൂണിഫോമിന് പകരം അത് ഉടുത്തുകൊണ്ട് വരുവാൻ, കറുപ്പ് ഉടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് അനുവദിക്കുമോ? അപ്പോൾ ആ ചോദ്യം ചോദിച്ച ആങ്കറിനോട് അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞത്, അത് നിങ്ങൾക്ക് ഭ്രാന്താണ്, നിങ്ങൾക്ക് ചികിത്സയാണ് ആവശ്യം. എന്റെ പൊന്ന് അഡ്വക്കേറ്റ് അനിൽകുമാറെ, ഞാന് ഇതേ കാര്യം താങ്കളോട് ആവശ്യപ്പെടുകയാണ്. താങ്കളുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് അത് വളരെ അനിവാര്യമാണ്. വിദ്യാഭ്യാസം കൈയാളുന്നതായിട്ടുള്ള നിങ്ങൾ ഓർത്തുകൊള്ളണം. ഇത്തരത്തിലുള്ള വിഡിതരങ്ങളൊക്കെ ഈ സമൂഹത്തിൽ സംജാതമാക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രവർത്തനങ്ങളും പ്രവൃത്തികളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ ദുരന്തമാണ് നമ്മുടെ നാട്ടിന് ഉണ്ടാക്കി വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശാന്തമായി ഒന്ന് പരിചിന്തനം ചെയ്യണം. നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മാത്രമല്ല, മറ്റു മന്ത്രിമാരെല്ലാം തന്നെ പരിചിന്തനം ചെയ്യണം. നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി ചോദിക്കണം, നിങ്ങൾ വാസ്തവത്തിൽ ഈ വിദ്യാസമ്പന്നമായിട്ടുള്ള ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിമാരായിട്ടിരിക്കാൻ യോഗ്യരാണോ അല്ല എന്നുള്ള ഉത്തരമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യം നിങ്ങൾക്കൊരു രാജിക്കത്ത് സമർപ്പിച്ചുകൊണ്ട് ആ ഒരു പദവിയിൽ നിന്ന് താഴോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഭരിക്കുന്നതായിട്ടുള്ള ആളുകൾ, നിങ്ങളെ ഭരണതലത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഭരിക്കുന്നതായിട്ടുള്ള ആളുകൾ നിങ്ങളെക്കാൾ എത്രയോ ഉന്നതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ നിങ്ങൾ കോമാളികളായി തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും വാസ്തവമായിട്ടുള്ള കാര്യം. വീണ്ടും നിങ്ങൾ മൂന്നാം പിണറായി മന്ത്രിസഭയ്ക്ക് വേണ്ടി ഇങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വങ്കത്തരങ്ങൾ ചെയ്യുന്ന നിങ്ങളെ തെരഞ്ഞെടുക്കുന്ന ജനങ്ങൾ അങ്ങനെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന് ഇടവരാതെ ഇരിക്കട്ടെ എന്നാണ് ഇവിടുത്തെ സാമാന്യ സഖാക്കളെല്ലാം തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്നോട് തന്നെ പല സഖാക്കളും നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ അടുത്ത പ്രാവശ്യം ഇത് സംഭവിക്കരുത്, ഈ ദുരന്തം നമുക്കുണ്ടാകരുത് എന്ന് അവര് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കളി തമാശയായിട്ട് പറയുകയല്ല, ഹൃദയത്തിന്റെ വേദന കൊണ്ട് പറയുകയാണ്. കാരണം ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന ഞങ്ങളെ പോലുള്ള ആളുകളുടെ നെഞ്ചിലേക്ക് തീക്കനൽ കോരിയിടുന്നതായിട്ടുള്ള മന്ത്രിമാരായി തീർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളെയൊക്കെ ഈ സംസ്ഥാനത്തിന് തീറ്റിപ്പോറ്റാനായിട്ട് കഴിയുന്നത്? ഞങ്ങൾ തരുന്ന നികുതി പണങ്ങൾ നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെലവഴിക്കാനായിട്ടുള്ളതാണോ? സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ടുള്ളതല്ലേ അതൊക്കെ? പക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവയെല്ലാം വേർതിരിക്കുന്നു, അവയെല്ലാം മാറ്റിവെക്കുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു. അത് വലിയ അപകടം ഈ സംസ്ഥാനത്തിന് ചെയ്യും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തിയിരുന്ന ഈ സംസ്ഥാനത്തെ ഇപ്പോൾ താഴേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാറെ, അങ്ങോട്ട് ഞാൻ പറയട്ടെ, അങ്ങ് ഈ സെറ്റിൽമെന്റ് ഒക്കെ ആയെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് കൈ ഒഴിയാൻ കഴിയില്ല. കാരണം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്ന ഒരു അനുഭവം കൂടി ഉണ്ടാകണം എന്ന് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളണം, നിങ്ങൾ അന്ന് താണ്ഡവ നൃത്തം ആടിയതുപോലെ ഇനിയും കേരളത്തിൽ ആ താണ്ഡവ നൃത്തത്തിന് ജനങ്ങൾ സമ്മതിക്കയില്ല. വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ വിദ്യാവിഹീനെ പോലെ നിങ്ങൾ പെരുമാറുമ്പോൾ ചോദ്യം ചെയ്യുവാൻ ഇവിടുത്തെ സമർത്ഥരായ ആളുകളുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ആ ചോദ്യം ബാലറ്റ് പേപ്പറിലൂടെ അല്ലെങ്കിൽ ഇലക്ഷനിലൂടെ ഞങ്ങൾ അത് തെളിയിക്കും എന്നാണ് ഇവിടുത്തെ പൊതുജനങ്ങൾ, സാമാന്യ ജനങ്ങൾ, താഴേക്കടയിലുള്ള ജനങ്ങൾ പോലും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ്. അതുകൊണ്ട് ഈ ഹിജാബ് പ്രശ്നം എത്രയും വേഗത്തിൽ പരിസമാപിക്കണം. ഒരു കാര്യം കൂടെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. മുജാഹിദീൻ ഗ്രൂപ്പുകളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പെൺകുട്ടി, അതിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ SDPIയുടെ നേതൃത്വത്തിൽ ഈ കോൺവെന്റ് സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തതും ഈ വിധത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കുന്നതും ഇത് ചില തൽപര കക്ഷികളുടെ
ആഗ്രഹത്തോടു കൂടിയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത്തരക്കാരെ സമൂഹത്തിൽ നിന്ന് പിഴുതു മാറ്റുവാൻ തക്കോണം ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. എനിക്കും നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള ഉത്തരവാദിത്വം കടപ്പാടുമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം കൃത്യതയോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.